ആയിട്ടുണ്ട്. ആരും തന്നെ വരാതിരുന്നിട്ടില്ല. ബാക്കി എല്ലാവരും ആയിട്ടുണ്ട്. സ്ലോട്ട് ഫില്ലായിട്ട് നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യുകയാണ്. This is a simulation game set in a virtual world and does not represent real life. Please play in moderation, take frequent breaks, and play responsibly. നമുക്ക് നോക്കാം. ഇന്നും ചാടുന്ന രീതിയിൽ തന്നെ ആയിരിക്കും ഏകദേശം ചാടുന്നത്. നമുക്ക് ഇന്നത്തെ ടീം മെമ്പേഴ്സിനെ എല്ലാവരും ഒന്ന് നോക്കാം. 52 പേരും ഇന്ന് ഫില്ലാണ്. ആരും തന്നെ ഇല്ലാതില്ല. 13 സ്ലോട്ടും ഫുള്ളായിട്ട് തന്നെ ഉണ്ട്. എന്തായാലും ഇന്ന് നല്ലൊരു ഫൈറ്റ് സീനായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. ഫൈറ്റ് സീക്വൻസും എല്ലാം നല്ല അടിപൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഏകദേശം എല്ലാവരും തന്നെ ആയത്തിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇന്നും പഴയ പോലെ തന്നെയാണ് നമുക്ക് ഏകദേശം ഇറങ്ങിയിരിക്കുന്നത്. വലിയ മാറ്റമൊന്നുമില്ല. എന്നാലും ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഈസ്റ്റ് ഫോർട്ടിലോട്ടാണ് ഏറ്റവും കൂടുതൽ ആളുകൾ പോകുന്നത്. നമുക്ക് ഇവിടുത്തെ ഫൈറ്റ് സീനൊന്ന് നോക്കാം. നമ്മുടെ കൊല്ലം ടീം സ്വാഭാവികമായിട്ടും ഇവിടെ തന്നെയാണ്. അവരൊരു മാറ്റവുമില്ലാതെ അവർ കറക്റ്റായിട്ട് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. ഇന്നത്തെ അവരുടെ ടാറ്റിക്സ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടാറ്റിക്സ് എന്ന് പറയാൻ പറ്റത്തില്ല. രണ്ടുപേരും അപ്പുറയും രണ്ടുപേരും ഇപ്പുറമാണ്. കൽക്കി ഇറങ്ങിയ പാടെ കൽക്കി അടിച്ച് ഉറക്കി. നിലവിൽ ഇനി മൈൽസ് മോറൽസും ഫോറോക്സിയും മാത്രമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ് തൊട്ടടുത്ത വിസാഡ് മേളിലുണ്ട്. ഇതാ KL02 സീജിൻ 02 സീജിൻ വീണിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റിനെ എന്തായാലും വിസാഡ് ഇപ്പം നിലവിൽ റീകോൾ ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ അത് അവർ കാണിക്കുന്ന നല്ലൊരു ഇത് തന്നെയാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറങ്ങിയ പാടെ ഒന്ന് തിരിച്ച് റീകോൾ ചെയ്യാനായിട്ട് ഒരാൾ റീകോൾ ടവറിലേക്ക് പോകുന്നൊരു എന്തായാലും ഒരു പ്രവണത അത് നല്ല രീതിയിൽ ഇതായിട്ടുണ്ട്. ഫോറോക്സി മാത്രമാണ് നിലവിൽ പിടിച്ചു നിൽക്കുന്നത്. കൊല്ലം ടീമിന് യാതൊരുവിധ ഭയമില്ല. അവരെന്നും ഇവിടെ ഇറങ്ങും, ഇങ്ങനെ തന്നെ ഇറങ്ങും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഫോറോക്സിക്കിട്ട് നേട് ഹുക്ക് ചെയ്യുന്നുണ്ട്. ഫോറോക്സിയെ സ്പോട്ട് ചെയ്തു. ഫോറോക്സി അങ്ങനെ പടമാകുകയാണ്. ഫോറോക്സി എന്തായാലും മരിച്ച് ഉറക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീമേറ്റ് എന്തായാലും അവിടുന്ന് മേളിൽ നിന്ന് ഇപ്പോൾ റീകോൾ ആകുന്നുണ്ട്. നമുക്ക് നോക്കാം. വിസാഡൊക്കെ നിലവിൽ ഇവിടെ തന്നെ ഉണ്ട്. നമുക്ക് അവരെങ്ങനെ ചെയ്യും, എന്ത് ചെയ്യും, ഇവിടെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി വരുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊന്ന് കണ്ടറിയേണ്ടതായിട്ടുണ്ട്. നിലവിൽ ഫോറോക്സി നിലവിൽ 2 കില്ലെടുത്തിട്ട് അദ്ദേഹം പെട്ടിയായിരിക്കണം. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പർ ഇപ്പോൾ എന്തായാലും റെക്കോർഡ് അടിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നിലവിൽ ഇവിടെ മറ്റൊരു ഫൈറ്റും കൂടി നമ്മൾ കാണുന്നുണ്ട്. മൾട്ടി എൻഡീസ് ടീം, എൻഡി പാക്കർ ആൻഡ് ചോക്ലി മൾട്ടി ലോൺ വോൾഫാണുള്ളത്. ഇനി കണ്ടിട്ട് നമ്മുടെ കൊല്ലം ടീം ഇങ്ങോട്ട് കയറി വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്.
ഇതാ ഞാൻ പറഞ്ഞ പോലെ തന്നെ കൊല്ലം ടിക്കി ഇതാ നിലവിൽ കയറി വരുന്നു റീകോൾ ടവറിലേക്ക്. അദ്ദേഹത്തിൻ്റെ കൂടുതലുള്ള KL-02 കണ്ണനും KL-02 സിജിനെയും റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വരവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അവരെ കാത്ത് അവിടെ ഞങ്ങളുടെ ടീമേറ്റിനെ അവിടെ നിന്ന് അടിച്ചിട്ട് കൊണ്ടിട്ട് ഒരു റിവഞ്ച് എന്നുള്ള രീതിയിൽ അവരവിടെ നിൽക്കുന്നുണ്ട് എന്നുള്ളത് അവർക്കറിയില്ല. തൊട്ടടുത്ത് തന്നെയായിട്ട് നമ്മുടെ NDS ടീമും തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട്. അദ്ദേഹം ടീം മെമ്പേഴ്സിനെ എന്തായാലും തിരിച്ചു വിളിച്ചിരിക്കുകയാണ്. ദാ വിസാഡ് മറ്റൊരു ഫൈറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നുണ്ടെങ്കിലും അദ്ദേഹത്തിനെ സ്പോട്ട് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണ്. അദ്ദേഹത്തിന് വീണ്ടും ലോൺ ബോൾസ് വീണ്ടിരിക്കുകയാണ്. ഇതാ നിലവിൽ 2 ഫൈറ്റ്. മൈൽസ് മോറൽസ് അദ്ദേഹത്തിൻ്റെ അടുത്ത് വന്നിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അടുത്ത് മറ്റൊരു ഫൈറ്റ് കിട്ടാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. ചൊക്ലി അദ്ദേഹമുണ്ട്, മൾട്ടി ഉണ്ട്, നിലവിൽ തൊട്ടടുത്ത് തന്നെയുണ്ട്. കൽക്കി നോക്കാണ്, വിസാഡ് നോക്കാണ്, ഫോറോക്സ്. ഇതാ ഇനി മൈൽസ് മോറൽസിന് കുറച്ച് ഹെൽത്ത് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഹെൽത്ത് ബാഗ് എടുക്കേണ്ട വളരെ വലിയ ഘടകമാണ്. ഇതാ കൽക്കിക്കിട്ട് KL-02 കണ്ണൻ വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ്. അവരുടെ ടീമിൽ ഇനി ഫോറോക്സി മാത്രമാണ് നിലവിൽ പിടിച്ചിരിക്കുന്നത്. മെൽറ്റിക്കറ്റ് അടി കിട്ടി, ഫൈറ്റ് കിട്ടി. നമ്മുടെ കൊല്ലം ടീം വിട്ടടിക്കുകയാണ് എല്ലാ ടീമിനെയും. മെൽറ്റി എന്തായാലും രക്ഷപ്പെടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പർ ND പാക്കറിൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. ഇവർക്കെല്ലാവർക്കും ചോക്ലി എന്തായാലും റീകോൾ ടവറിലേക്ക് പോയിരിക്കുകയാണ്. നമുക്ക് ആ യാത്ര കണ്ടിറങ്ങിയ അദ്ദേഹം റീകോൾ ടവറിലേക്ക് തന്നെയാണ് പോകുന്നത്. അത് ചെന്ന് കയറി കൊടുക്കുന്നത് നമ്മുടെ മിസ്റ്റർ ഓഗി ഡാക്സൂക്സിയുടെ ഒക്കെ അടുത്ത് റാംബോയുടെ അടുത്തോട്ടാണ് അദ്ദേഹം നേരെ കയറി ചെല്ലുന്നത്. അദ്ദേഹത്തിന് അറിയില്ല, പട പേടിച്ച് ഓടിയിട്ട് പന്തളത്ത് പന്തം കൊളുത്തി പടയിട്ട് നിൽക്കുന്നുണ്ട് ആളുകൾ. അദ്ദേഹം കയറി ചെല്ലുന്ന സ്ഥലത്ത് എന്തായാലും ഒരു ഫൈറ്റ് കിട്ടും. നിലവിൽ അദ്ദേഹത്തിൻ്റെ ടീമിൽ പേരിൽ ND പാക്കറിൻ നിലവിലുണ്ട്, ചോക്ലിയാണുള്ളത്. അദ്ദേഹത്തിന് മറ്റു വഴികളൊന്നുമില്ല. അദ്ദേഹം ഓടിക്കൊണ്ടേയിരിക്കുക. നമുക്കെന്തായാലും മറ്റൊരു ടീം മെമ്പേഴ്സിനെ കൂടെ നമുക്കൊന്ന് പോയി ജസ്റ്റ് സ്പെക്ടേറ്റ് ചെയ്ത് നോക്കിയിട്ട് വരാം. ഇവിടെയായിട്ടൊരു ഫൈറ്റ് നടക്കുന്നുണ്ട്. കേരളനിക്കൊക്കെയാണ് ഇവിടെ. എന്തായാലും ഗോസ്റ്റ്മാനെ നിലവിൽ നോക്കായിരുന്നു, അദ്ദേഹത്തിനെ പൊക്കിയിട്ടുണ്ട്. നിലവിൽ സുലൈമാൻ നോക്കാണ്, അദ്ദേഹത്തിനെ എന്തായാലും പൊക്കാൻ ചാൻസ് ഉണ്ട്. നിലവിൽ സുലൈമാൻ പടമായിട്ടിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ നമുക്ക് തിരിച്ച് വിളിക്കാനായിട്ട് ചാൻസ് അദ്ദേഹം വന്നിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നിലവിൽ ഇനിയിപ്പോൾ ഇവിടെ ഒരു ഫൈറ്റ്, നല്ലൊരു ഫൈറ്റ് നടന്നിട്ടുണ്ടായിരുന്നു. നിലവിൽ നമുക്ക് നോക്കാം. ഇവർക്കിപ്പോൾ എന്തായാലും ഒരു ഫൈറ്റും കൂടി കിട്ടാൻ ചാൻസ് ഉണ്ട്. ലൈക്ക് ഈസ് ലൈവ് സ്പോട്ട് ചെയ്തിരിക്കുകയാണ്. ഇവർക്ക് ഇതുവരെ കില്ലോ കാര്യങ്ങളൊന്നും ആയിട്ടില്ല. നിലവിൽ ഇതാ കേരളനിക്കിനെ വീണ്ടും അടിച്ചിട്ടിരിക്കുകയാണ്. അവരുടെ ഒരു വ്യൂ കൂടി നമുക്ക് നോക്കാം. എവിടെ നിന്നാണ് ഫൈറ്റ് വന്നതെന്ന് നമ്മുടെ ഗോസ്റ്റ്മാനയ്ക്ക് അറിയില്ല. അദ്ദേഹം വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ലൈക്ക് ഇസ് ലൈവിനെ ഇതാ സ്പോട്ട് ചെയ്യുകയാണ്. അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. അവിടെ വീണ്ടും പൊങ്ങിയിട്ടുണ്ട്. എല്ലാവരും റീകോളായിട്ട് വന്നിട്ടുണ്ട്. ആദിഗോഡ് നിലവിൽ ആദിഗോഡ് നോക്കാണ്. ആദിഗോഡിനെ അദ്ദേഹത്തിന് അടിച്ചുറക്കിയിട്ടുണ്ട്. നിലവിൽ അവരുടെ ടീമിൽ ഇനിയിപ്പോൾ ഉള്ളത് ദ പവർ ഷോമും ഇവോദാമു ലൈക്ക് ഇസ് ലൈവ് ആണ്. അദ്ദേഹത്തിന് ഒരു തേർഡ് പാർട്ടി ഒരു കില്ലെടുത്തിരിക്കുകയാണ്. അദ്ദേഹം കില്ല് കിട്ടിയില്ല. അദ്ദേഹം അടിച്ചുറക്കിയിട്ടുണ്ട് ഒരു ടീമിനെ. ഇതാ ഇവിടെ R34 വോട്ടക്സ് എന്തായാലും റീകോൾ ടവറിലേക്ക് ചെല്ലുന്നു. അവിടെ മറ്റൊരു ടീം മെമ്പർ തൊട്ടടുത്ത് തന്നെയായിട്ടുണ്ട്. ഇത് അദ്ദേഹം നൈറ്റിനെ അടിച്ചുറക്കിയിരിക്കുന്നു. അദ്ദേഹം എന്തായാലും
എൻ ഡി സാറ് തിരികെ വന്നിട്ടുണ്ട്. എൻ ഡി സാറിൻ്റെയൊക്കെ അടുത്തതിൻ്റെ ഒരു മെമ്പറിനെ അടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ സാധിക്കുമെന്നറിയില്ല. ഇതാ ഡെവിലിനെട്ട് ഫൈറ്റ് കിട്ടുന്നു. ഡെവിലും നോക്കായിട്ടുണ്ട്. എൻ ഡി സാർ അദ്ദേഹത്തിനും അടിച്ചുറക്കിയിരിക്കുന്നു. നിലവിൽ എൻ ഡി സാറുണ്ട്. തൊട്ടടുത്ത് തന്നെയായിട്ട് മറ്റൊരു മെമ്പറും കൂടി ഉണ്ട്. അദ്ദേഹം രണ്ടും കൽപ്പിച്ച് റീകോൾ ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പറിനെ അദ്ദേഹത്തിന് പൊക്കണം എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുകൊണ്ടിട്ട് രണ്ടും കൽപ്പിച്ച് അദ്ദേഹം റീകോൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സും കൂടി ഇങ്ങോട്ട് സപ്പോർട്ടിന് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊരു വ്യൂ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഷെയ്ഡെക്സ് ഡേവിഡ് ഉണ്ട്. ഷെയ്ഡെക്സ് ഡേവിഡ് നിലവിൽ നല്ല രീതിയിൽ സ്പീക്ക് ചെയ്ത് നിൽക്കുന്നു. അദ്ദേഹത്തിൻ്റെ PSM പരുന്ന് വന്നിരിക്കുന്നു. NV2OP വന്നിരിക്കുന്നു. എല്ലാവരും അദ്ദേഹത്തിന് നല്ല കട്ട സപ്പോർട്ടിന് വേണ്ടിയിട്ട് അടുത്ത് വന്നിരിക്കുന്നു. NV2OPക്ക് ലൂട്ടിൻ്റെ വളരെ അപര്യാപ്തതയുണ്ട്. എന്നാലും ഷെയ്ഡെക്സ് അദ്ദേഹത്തിന് ഫൈറ്റ് കിട്ടുന്നു. ഞാൻ പറഞ്ഞു അദ്ദേഹം നല്ല രീതിയിലൊന്ന് കയറി വന്നത് വളരെ മോശമായിട്ട് ആയിരുന്നു. അദ്ദേഹത്തിന് ആ ടൈമിങ് നല്ല രീതിയിൽ കിട്ടിയിട്ടില്ല. നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ ഡി സാറുണ്ട്. എൻ ഡി സാർ എന്താണ് ചെയ്യുന്നതെന്ന് അറിയില്ല. അദ്ദേഹം തിരിച്ച് നമ്മുടെ ഗെയിമിലേക്ക് തിരികെ വന്നിരിക്കുകയാണ്. എൻ ഡി സാർ അദ്ദേഹത്തിന് നിലവിൽ കാര്യങ്ങളൊന്നുമായിട്ടില്ല. നമ്മുടെ ഷെയ്ഡെക്സ് ഡേവിഡ് വീണിരിക്കുകയാണ്. NV2OP നോക്കാണ്. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സിനെ ഇപ്പം എന്തായാലും അദ്ദേഹത്തിനെ തീർത്തിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പറിൻ്റെ NV2OP PSM പരുന്ത് റിവൈവ് ചെയ്യുന്നു. നിലവിൽ എൻ ഡി സാറിന് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളത് ഒരു വളരെ ചോദ്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വോട്ടക്സിന് R34 വോട്ടക്സിന് നിലവിൽ ഒരു ഫൈറ്റ് കിട്ടിക്കുന്നു. നിലവിൽ തൊട്ടടുത്തായിട്ട് ഡാംബ്ലീച്ച് ഉണ്ട്. അദ്ദേഹം എന്തായാലും കവർ ഫയർ എടുക്കാൻ വേണ്ടി വരുന്നു. അദ്ദേഹം താഴോട്ടിറങ്ങാണ്. എൻ്റെ ടീമേറ്റ്സിനെ തൊട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ റിവെഞ്ച് സ്വഭാവം എന്തായാലും ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഉറപ്പായിട്ടും അദ്ദേഹം റിവെഞ്ച് എടുക്കും. അതിനകത്ത് യാതൊരുവിധ മാറ്റവും ഇല്ലാത്ത കാര്യമാണ്. കാവല് നിൽക്കുകയാണ് അദ്ദേഹം. PSM പരുന്ത് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഇവരുടെ എല്ലാവരുടെയും ഹെൽത്ത് വളരെ ഒരു ഇഷ്യൂ ആയതുകൊണ്ടിട്ട് അദ്ദേഹത്തിന് രണ്ടുപേരും കൂടി ചേർന്നിട്ട് റഷ് അടിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. രണ്ട് സൈഡിൽ കൂടെയും റഷ് അടിക്കുന്നു. ആര് വീഴും? എൻ ഡി സാറും തീർന്നിരിക്കുകയാണ്. എൻ ഡി സാറിനെയൊക്കെ അടിച്ച് പടമാക്കിയിരിക്കുന്നു. അങ്ങനെ അവരുടെ ടീമിനെ വീഴ്ത്തിയിരിക്കുകയാണ്. നിലവിൽ റാംബോയെ നമുക്കൊന്ന് പോയി സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം. റാംബോ നിലവിൽ മിസ്റ്റർ ഓഗി ടാക്സോക്സിയുടെ തൊട്ടടുത്താണ്. റാംബോയ്ക്ക് ഒരു കില്ല്, ടാക്സോക്സിക്ക് ഒരു കില്ല് മാത്രമേ ഉള്ളൂ. തൊട്ടടുത്ത് തന്നെയായിട്ട് അവരുടെ മറ്റൊരു ടീമേറ്റ്സ് ഉണ്ട്. ഏകദേശം സോണ് ഷ്രിങ്കായി ചെറുതായിക്കൊണ്ടിരിക്കുന്നു. ആ സമയത്താണ് മറ്റൊരു ഡ്രോപ്പ് ആരും എടുക്കാതെ ഇരിക്കുന്നു. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. P90 ഒരു ഗില്ല് സ്യൂട്ട്, ലെവൽ 3 വെസ്റ്റ്, ലെവൽ 3 ഹെൽമെറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും ഇത് പോയിട്ടുണ്ട്. നമുക്ക് മറ്റൊരു ഇതും കൂടി നോക്കാം. ഇതിനകത്ത് എന്താണുള്ളതെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ MG3യും ഒരു മോട്ടാറും ആണുള്ളത്. ലെവൽ 3 ഹെൽമെറ്റ്, വെസ്റ്റ്, ബാഗ് ആണുള്ളത്. നിലവിൽ റാംബോ വളരെ ദൂരത്ത് അദ്ദേഹം ഒറ്റയ്ക്ക് സോണിൻ്റെ അങ്ങേ അറ്റത്താണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നിൽക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ വാഹനമുണ്ട്. അദ്ദേഹം പതിയെ സോണിലേക്ക് കയറുകയാണ്. സോണിൻ്റെ അടുത്ത വേവ് ഇപ്പം സ്റ്റാർട്ടാവുന്നതാണ്. പക്ഷേ വളരെ ദൂരെയാണ്. അദ്ദേഹം ഹോട്ട് സ്പ്രിങ്ങിൽ നിന്ന് കയറി ചെല്ലുന്നിടത്ത് എന്തായാലും നല്ലൊരു റഷ് ഫൈറ്റിനുള്ള വളരെ ചാൻസസ് കൂടുതലാണ്. റാംബോ എന്നുള്ള പേര് കൊണ്ടിട്ട് തന്നെ നമുക്കറിയാം അദ്ദേഹം നല്ലൊരു ഫൈറ്ററാണ്. നിലവിൽ ഒരു കില്ലെടുത്തിട്ടുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യും, എങ്ങനെ ചെയ്യും, ഒരു സോളോ ആയിട്ട് നിൽക്കുന്ന ഒരാൾ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതിനെപ്പറ്റി നമുക്കൊന്ന് നോക്കാം. അദ്ദേഹം അഡ്രിനാലിൻ ഷോട്ട് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരെ കയറി ചെല്ലുന്ന മറ്റൊരു ND ടീമിൻ്റെ ഫ്രണ്ടിലേക്കാണ്. അവിടെ ലോൺ വോൾഫാണുള്ളത്. ലോൺ വോൾഫ് ഇപ്പം എന്തായാലും ഇദ്ദേഹത്തിനൊരു ഫൈറ്റ് കൊടുക്കാൻ വളരെ ചാൻസ് കൂടുതലാണ്. പറഞ്ഞ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഫൈറ്റ് കിട്ടുന്നു. ഇനി കയറി ചെല്ലുന്നിടത്തെല്ലാം നല്ല രീതിയിലുള്ള ഫൈറ്റുകൾ അദ്ദേഹത്തിനെ കാത്തു നിൽക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം അതിൽ നിന്നെല്ലാം ഒഴിവായിക്കൊണ്ടിട്ട് സോണിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ്. നേരെ കയറി ചെല്ലുന്നത് ഗോസ്റ്റ് മാൻ, സൂപ്പർമാൻ അവരുടെ അടുത്തേക്കാണ്. RRQ നിവീനൊക്കെ ഉണ്ടായിരുന്ന ടീം മെമ്പേഴ്സിൻ്റെ അടുത്താണ് ഇപ്പോൾ കയറി ചെല്ലാൻ പോകുന്നത്. അവിടെയും ഒരു ഫൈറ്റ് കിട്ടും. അദ്ദേഹത്തിൻ്റെ വണ്ടി ഏകദേശം എക്സ്പ്ലോഡ് ആവാറായിട്ടുണ്ട്. വണ്ടി മറിഞ്ഞിരിക്കുന്നു ഗൈസ്. വെള്ളത്തിലേക്ക് ഉള്ള നേരത്തെ ഇറക്കി എടുത്താം എന്നൊരു ചിന്ത എനിക്ക് തോന്നിപ്പോയി. അദ്ദേഹത്തിൻ്റെ വണ്ടി ഇത് എക്സ്പ്ലോഡ് ആവുന്നു. ജസ്റ്റ് ഇൻ സെക്കൻഡ്സ്. ഇതിൻ്റെ വാഹനം എക്സ്പ്ലോഡായി. അദ്ദേഹത്തിന് ആവശ്യത്തിനുള്ള മെഡ് കാര്യങ്ങളെല്ലാം ഇവിടെ ആരോ കൊണ്ട വെച്ചിരിക്കുന്ന രീതിയിൽ ഒരു ഫുൾ മെഡിക്കറ്റ്, ഹെൽത്ത് ബാഗ് 2 എണ്ണം
ഇതാ മേളിൽ നോക്കുകയാണെങ്കിൽ ഡ്രിങ്ക് ഉണ്ട്, എല്ലാം ഉണ്ട്. തൊട്ടടുത്ത് തന്നെയായിട്ട് മറ്റ് ടീം മെമ്പേഴ്സ് ആരും തന്നെ ഇല്ല. ഡാംലീറ്റ്സ് NV2OP PSM പരുന്ത് ആണുള്ളത് ഇവിടെ. R34 വോട്ടക്സ്. നിലവിൽ U2 വോട്ടക്സും R34 വോട്ടക്സും തമ്മിൽ എന്തെങ്കിലും ഒരു ഫൈറ്റ് എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കൊരു കണ്ടറിയേണ്ടതായിട്ടുണ്ട്. ഒരു കോയിൻസിഡൻസ് പോലെ രണ്ടുപേരും വോട്ടക്സ് ആണ്. എന്തായാലും നമുക്ക് നോക്കാം. KL-05 ഡിങ്കൻ തൊട്ടടുത്ത് തന്നെയുണ്ട്. റാംബോയുടെ അടുത്തോട്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. തൊട്ടടുത്ത് തന്നെ മറ്റൊരു ഫൈറ്റിനുള്ള ഒരു ചാൻസസ് കൂടുതലാണ്. നിലവിൽ വൈപ്പർ സോളൊക്കെ തൊട്ടടുത്ത് തന്നെയുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു ഫൈറ്റ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. ടൈറ്റൻ ബോസ് വൈപ്പർ സോൾ അവർക്കിട്ടൊരു ഫൈറ്റ് കിട്ടാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. ഇതാ ജോഡൽ ഗോണൻ ഷെയ്ഡെക്സ് വേഡെക് കിട്ടിയില്ല. അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിലായിട്ട് മറ്റ് നല്ല റഷ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റഷ് ഫൈറ്റ്. അദ്ദേഹത്തിന് മറ്റൊരു കില്ല് കിട്ടാനായിട്ട് വളരെ ചാൻസ് ഉണ്ട്. വൈപ്പർ ക്യൂറോക്സ് നമ്മുടെ ക്യൂറോക്സ് ഫാമിലിയിലുള്ള ടീമാണ്. റാംബോയ്ക്ക് ഇപ്പോൾ എന്തായാലും നിലവിലൊരു ഫൈറ്റ് കിട്ടാൻ വളരെ ചാൻസ് കൂടുതലാണ്. PSM പരുന്ത് PSM പരുന്തിനെ അദ്ദേഹം സ്പോട്ട് ചെയ്തിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ടീം മെമ്പേഴ്സ് എല്ലാവരും PSM പരുന്തിനെ നോക്കിയിട്ടിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ എന്തെല്ലാം റെക്കോർഡ് അടിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ തൊട്ട് പുറകിലിട്ട് R34 വോട്ടക്സ് നിലവിൽ ഇപ്പോൾ ഒരു ഫൈറ്റ് എടുക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നിലവിൽ എന്താണ് എങ്ങനെയാണ് എന്ന് നമുക്കറിയാൻ സാധിക്കില്ല. അതവർ സോണിലേക്ക് കയറേണ്ട മറ്റൊരു കാര്യമുണ്ടായിരുന്നു. നിലവിൽ അദ്ദേഹത്തിൻ്റെ ടീം മെമ്പറിനെ വിട്ടിട്ട് പോകാനേ ചാൻസ് ഉള്ളൂ. PSM പരുന്ത് നിലവിൽ ഇതിന് പുറത്താണ്. അവർക്ക് കൊല്ലം ടീമിൻ്റെ അടിയും കൂടി അവർക്ക് കിട്ടുന്നു. കൊല്ലം ടീമിൻ്റെ അടിയും കൂടി. റാംബോ ഡിങ്കൻ തമ്മിൽ ഫൈറ്റ്. അതിൽ ഡിങ്കൻ നോക്കായിരിക്കുന്നു. റാംബോ നിലവിൽ നോക്കായിട്ടുണ്ട്. അദ്ദേഹത്തിന് കയ്യിൽ എന്തായാലും സെൽഫൈഡ് ഉണ്ട്. അദ്ദേഹം പൊങ്ങിയിരിക്കുകയാണ്. അദ്ദേഹം ഹെൽത്ത് ബാഗ് അടിക്കുന്നു. അദ്ദേഹത്തിന് എന്തായാലും നീഡ് കാര്യങ്ങൾ ഒക്കെ ഒത്തിരി കിട്ടാൻ ചാൻസ് ഉണ്ട്. അദ്ദേഹത്തിന് തീർത്തിരിക്കുകയാണ് കൈ. നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എന്തായാലും നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. നല്ല ഫൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലായിടത്തും നല്ല ഫൈറ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വൈപ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ടീമിനെ ഇപ്പോൾ വൈപ്പ് ചെയ്തിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ ടീമിൻ്റെ ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 5 ടീമുകൾ മാത്രമാണ് അവശേഷിക്കുന്നത്. അതിലൊരു ഹിറ്റ്മാൻ സോളോ ആണ്. ബാക്കി എല്ലായിടത്തും ചോക്ലീംസ് ഹിറ്റ്മാനും സോളോ ആണ്. ബാക്കി എല്ലായിടത്തും ഓരോരോ ഫുൾ സ്ക്വാഡ് വെച്ചിട്ട് ഏകദേശം ഫുൾ സ്ക്വാഡ് എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. ബാക്കി ഫൈറ്റ് എന്താണ് നമ്മുടെ കൊല്ലം ടീമിൽ നമുക്കൊന്ന് സ്പെക്ടേറ്റ് ചെയ്ത് നോക്കാം. അദ്ദേഹം ആരെയോ കണ്ടിട്ടുണ്ട്. നിലവിൽ U2 വോട്ടക്സൊക്കെ വീണിരിക്കുകയാണ്. U2 വോട്ടക്സും അവർ വീണിരിക്കുകയാണ്. ഹിറ്റ്മാൻ സോളോ പ്ലെയറാണ്. ഹിറ്റ്മാനെ അദ്ദേഹം കണ്ടിട്ടുണ്ട്. ഹിറ്റ്മാനായിട്ട് ഇപ്പോൾ എന്തായാലും ഹിറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോഴത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈപ്പർ ക്യൂറോക്സ് മാത്രമാണ് നിലവിൽ അദ്ദേഹത്തിനെ നമ്മുടെ ചോക്ലി അദ്ദേഹത്തിനെ പെട്ടിയാക്കിയിരിക്കുന്നു. നിലവിൽ സൂപ്പർമാനുണ്ട്. ഹിറ്റ്മാനെ അദ്ദേഹം സ്പോട്ട് ചെയ്തിട്ട് നോക്കിയിരിക്കുകയായിരുന്നു. നിലവിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ സ്ക്വാഡിൻ്റെ ഒരു ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ 3 സ്ക്വാഡാണ്. അതിൽ ഹിറ്റ്മാൻ ഉണ്ട്. ബാക്കി 3 ഒരിടത്ത് നമ്മുടെ കൊല്ലം ടീമാണ് ഇന്ന് നിൽക്കുന്നത്. അതിൽ ഹിറ്റ്മാൻ സോളോ പ്ലെയർ ആയിരുന്നു. അദ്ദേഹം പോയിട്ടുണ്ട്. അവശേഷിക്കുന്ന ഇനി നമ്മുടെ കൊല്ലം ടീമും നമ്മുടെ ഗോസ്റ്റ്മാനെയും ക്ലേരാനിക്കും സൂപ്പർമാനും ഒക്കെ അവശേഷിക്കുന്ന ടീമുകൾ മാത്രമാണ്. നിലവിൽ KL-02 ടിക്കി നമ്മുടെ കൊല്ലം ടിക്കി അദ്ദേഹത്തിന് ഒരു ഫൈറ്റ് എടുത്ത് തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സൈറക്സ് എന്തായാലും വെള്ളത്തിൽ കൂടെ നീന്തി വരുന്നുണ്ട്. നമ്മുടെ സോണ് വളരെ ചെറുതായിട്ടുണ്ട്. സോണിൻ്റെ ഒരു പവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ കൂടുതലായിരിക്കും. ഒരു നെയ്ഡ് ഹുക്ക് ചെയ്തിരിക്കുന്നു അദ്ദേഹം ഒരു നെയ്ഡ്, രണ്ടാമത്തെ നെയ്ഡ് ഹുക്ക് ചെയ്യുന്നു. അദ്ദേഹം താഴോട്ട് പോയിട്ടുണ്ട്. ഗോസ്റ്റ് കേലാനിക്കിനൊക്കെ നമ്മൾ ഇന്ന് കൊല്ലം ടീം ജയിക്കും
എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. സൂപ്പർമാൻ നോക്കായിട്ടുണ്ട്. ബാക്കി 2 പേരാണ് നിലവിലുള്ളത്. കേരള നിക്കം വേണ്ടിക്കുന്നത് നിലവിൽ ഗോസ്റ്റ്മാനെ മാത്രമേ ഉള്ളൂ. അവരെന്തായാലും റഷ് അടിക്കും എന്നുള്ളത് ഉറപ്പാണ്. KL02Tക്ക് കുറച്ച് ആക്രാന്തം കാണിച്ചിട്ടാണ് അദ്ദേഹം എല്ലാ കില്ലും എടുക്കാൻ ഓടുന്നത്. പക്ഷേ ടിക്ക് പൊങ്ങിയിരിക്കുന്നു. അദ്ദേഹം തന്നെ കുറച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കുറച്ച് ആക്രാന്തം കാണിച്ചാണ് അദ്ദേഹം കയറിപ്പോയത്. നമ്മുടെ കൊല്ലം ടീം ജയിച്ചിരിക്കുകയാണ് ഗൈസ്. നിലവിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2ാം സ്ഥാനത്ത് തിരിക്കുന്നത് നമ്മുടെ ഗോസ്റ്റ്മാൻ, സൂപ്പർമാൻ, സുലൈമാൻ, കേരള നിക്കാണ്. അവരുടെ ടീമിൽ മൊത്തം ഉള്ളത് 11 കില്ലാണുള്ളത്. മറ്റേ 1ാം സ്ഥാനത്ത് തിരിക്കുന്നിടത്ത് 14 കില്ലാണുള്ളത്. 3ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5, 2, 7, 9 കില്ലാണുള്ളത്. 4ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 7 കില്ലാണുള്ളത്. 5ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്യൂറോക്സ് ഫാമിലിയാണ്. വൈപ്പർ, ക്യൂറോക്സ്, യൂട്യൂബ് വോട്ടോക്സ്, KL05, ഡിങ്കൻ, സ്പൈ ഒക്കെയാണ്. അവർ വളരെ കില്ലിൻ്റെ കാര്യത്തിലും സ്ഥാനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും വളരെ പുറകിലോട്ട് പോയിട്ടുണ്ട്. അവിടെ 12 കില്ലാണുള്ളത്. അടുത്തത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6ാം സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷെയ്ഡെക്സ്, വേഡക്ക്, വൈപ്പർ സോൾ, ജോഡൽ ഗോനദൻ, ടൈറ്റൻ ബോസ് അവരാണ്. അവർക്കാകെ 1 കില്ലാണുള്ളത്. 7ാം സ്ഥാനത്ത് നോക്കുകയാണെങ്കിൽ പീസം വരുന്നത് NV2OP, ഡാം ലീച്ച്, R34 വോട്ടക്സ് ആണ്. അവിടെ 4, 5 കില്ലാണുള്ളത്. 8ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 കില്ലുകൾ മാത്രമേ ഉള്ളൂ. 9ാം സ്ഥാനത്ത് യാതൊരു കില്ലുമില്ല. 10ാം സ്ഥാനത്തും കില്ലുകളൊന്നുമില്ല. ND സാറ് തിരികെ വന്നിട്ടും അദ്ദേഹത്തിന് നല്ലൊരു പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചില്ല. ഇത്രയും നാൾ വരാതിരുന്നതിൻ്റെ ഒരു ഇതായിരിക്കുമെന്ന് ഞാൻ തോന്നുന്നു. 11ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കില്ല് മാത്രമാണുള്ളത്. നമ്മുടെ രാത്രിയുടെ രാജകുമാരനായ ബ്രൂസ് വെയിനാണ്. 12ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 3 കില്ലുകളാണുള്ളത്. കൽക്കി, ഫോറോക്സി, മൈൽസ് മോർലസ്, വിസാഡൊക്കെയാണ്. അതിൽ കൽക്കിയൊക്കെ വളരെ പുറകിലോട്ട് പോകുന്നിട്ടാണ്. 13ാം സ്ഥാനത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ND മുഷി, ND കഴിവേറി, ഇസഡി മിൽട്ടൺ ചേരത്താണ്. അതിലും 1 കില്ലേ ഉള്ളൂ. ND ടീമും വളരെ പുറകിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമുക്ക് ഇന്ന് സ്റ്റാർ ഓഫ് ദി മാച്ചും കൂടി നമുക്ക് എന്തായാലും നോക്കാം. കേരള നിക്കാണ് ഗോയിങ് ഓൾ ഔട്ട്. ഫിനിഷസ് 6 ഉള്ളത്. 6 ഉള്ള ബോണസ് പോയിൻ്റ് ഒന്നുമില്ല. ഡാമേജ് 715 ഡാമേജ്. ബെസ്റ്റ് കമ്പനി 4 തവണ റെസ്ക്യൂ ചെയ്തുകൊണ്ടിട്ട് സൂപ്പർമാൻ അസിസ്റ്റ് 3 തവണയാണുള്ളത്. ഹെൽത്ത് റിസ്റ്റോർഡ് 91. സർവൈവൽ ടൈം 1049. ഫിനിഷറായിട്ട് വന്നിരിക്കുന്ന KL02 സൈറക്സ് ആണ്. കട്ടയ്ക്ക് കൂടെ നിന്ന് അവസാനത്തെ കില്ലെടുത്തിട്ടുണ്ട്. അവസാനം ഫിനിഷസ് 4 അസിസ്റ്റ് 2 തവണ. 4116 മീറ്റർ സഞ്ചരിച്ച അദ്ദേഹം. സർവൈവൽ ടൈം